അപ്പം നമുക്കിന്നൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളുമാണ്, പക്ഷേ ടേസ്റ്റുമാണ്. അതിൻ്റെ കൂടെ നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയും കൂടെ ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം നമുക്കെന്തായാലും ഉണ്ടാക്കാം. അപ്പം നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഉരുളി വെച്ച് അതിനകത്തോട്ടും ആ എണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് വാടി വന്നതിന് ശേഷം നമ്മൾ സവാള ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം നൈസായിട്ടുള്ള വേണ്ട, നമുക്ക് കുറച്ച് കട്ടിക്ക് വേണം. സവാള നമുക്ക് കടിക്കണം, ഒരുപാടധികം വാടവും വേണ്ട. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കാശ്മീരി മുളക് നമ്മൾ തന്നെ വീട്ടിൽ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അധികം പൊടിയാതെ തന്നെ. നിങ്ങൾ ഈ മുളക് കണ്ട് പേടിക്കേണ്ട, ഒട്ടും എരിവില്ലാത്ത മുളകാണ്, കാശ്മീരി മുളകാണ്. പിന്നെ നമ്മൾ കളറിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും പുളി വെള്ളവും കൂടെ പിഴുപുളി നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ പുളി മതിയോ ഇല്ലയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു മസാല ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ ഈ സവാള ഇങ്ങനെ കടിക്കുമ്പോഴും ടേസ്റ്റാണ് കേട്ടോ. സവാള ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്, എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷേ ഈ മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. കുറച്ച് വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ തന്നെ പൊറോട്ടയ്ക്ക് അടുക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ലെന്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പൊറോട്ട എടുത്ത് പരത്തി നമുക്ക് ചുട്ടൊക്കെ എടുക്കാവേ. നല്ല ചൂടോടെ നമ്മൾ എനിക്ക് ചൂടോടെ പൊറോട്ട കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് പൊറോട്ട ഇങ്ങനെ നല്ല മൊരിയിച്ച് അടിച്ചെടുക്കാവേ. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ചൂടോടെ കല്ലിൽ അടിച്ചെടുത്ത നല്ല ലെയർ മൊരിഞ്ഞ പൊറോട്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുവാണ്? നല്ല ചിക്കൻ കൊണ്ടാട്ടം. ഇത് അധികം എരിവൊന്നുമില്ല. ഞാനത് മറ്റേ കാശ്മീരി മുളകാട്ടോ ഇട്ടിരിക്കുന്നത്. അത് കാരണം വലിയ എരിവൊന്നുമില്ല. അപ്പം നമുക്കിത് കഴിക്കാം. ആ മൊരിഞ്ഞ പൊറോട്ട ഇങ്ങോട്ട് എടുത്ത് ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് വെച്ച്, ചെറിയ ചൂടുണ്ട് പൊറോട്ട. ഇത് ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടത്തില്ല കേട്ടോ. എൻ്റെ റെസിപ്പിയാണ്, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. കാണുമ്പോൾ നമ്മളോർക്കും ഉണ്ടല്ലോ ഭയങ്കര എരിവായിരിക്കുന്നു. കാശ്മീരി മുളകായിട്ട് ഞാൻ തന്നെ പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല, നോർമൽ എരിവുള്ളത് കണ്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എന്നോട് ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഫുഡിൻ്റെ റെസിപ്പി ചോദിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ റെസിപ്പി ഇട്ടിരിക്കുന്നത്.